പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ PSCയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇംഗ്ലീഷിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രപ്പോഷൻസിനെ കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, ദാറ്റ് ഈസ് പ്രപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അറിയുക എന്താണ് ഒരു പ്രപ്പോസിഷൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും ചെറിയ ക്ലാസ്സിനുള്ളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇന്ന്, ഓണ്, അറ്റ്, ഫോർ, സിൻസ് എന്നൊക്കെ പറയുന്ന പ്രപ്പോസിഷൻസിനെ കുറിച്ച്. എന്താണ് ഈ പ്രപ്പോസിഷൻസിന് ഒരു സെൻറ്റൻസിനകത്തുള്ള ഫങ്ഷൻ എന്ന് നോക്കുക. അതായത് ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൽ നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ മുമ്പിലാണ് വരുന്നത് അല്ലേ. ഒരു നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ ഫങ്ഷൻ എന്താണ്? അതായത് ആ നൗണിനോ പ്രോനൗണിനോ അതേ സെൻറ്റൻസിൽ തന്നെ മറ്റുള്ളവയുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഒരു നൗണിനോ പ്രൊനൗണിനോ അതേ സെൻറ്റൻസിലെ ബാക്കിയുള്ള വാക്കുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവയുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രപ്പോസിഷൻസ് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ മുമ്പിൽ വരുന്നു. ഇപ്പോൾ നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നൗൺ സാധാരണയായിട്ട് നമ്മൾ എഴുതാറുള്ളത് സബ്ജക്റ്റ് ആയിട്ടാണ് അല്ലേ. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റ് ആയിട്ടും വരും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക നൗണ് അല്ലെങ്കിൽ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഒബ്ജക്റ്റ് പൊസിഷനിൽ, എസ്പെഷ്യലി ഒബ്ജക്റ്റ് പൊസിഷനിൽ വരുന്ന ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിൻ്റെ മുമ്പിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നൊരു വാക്യം പറയുകയാണ്. ഐ ആം ഗോയിങ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ഉത്തരം പെർഫെക്റ്റ് ആവത്തില്ല അല്ലേ, അല്ലെങ്കിൽ ആ സെൻറ്റൻസ് പെർഫെക്റ്റ് അല്ല. ഐ ആം ഗോയിങ് ടു സ്കൂൾ, സ്കൂളിലേക്ക് അല്ലെങ്കിൽ ടു സ്കൂൾ എന്ന് വന്നാൽ മാത്രമേ ആ സ്കൂൾ എന്ന് പറയുന്ന വാക്കിന് എന്താണ്, മറ്റുള്ളവയുമായിട്ടൊരു കണക്ഷൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടു സ്കൂൾ എന്ന് ചേർത്തു. ഐ ആം ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ആ ടു എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷനാണ് അല്ലേ. അപ്പോൾ പ്രപ്പോസിഷൻ എന്ന് നമ്മൾ പറയുന്നു. പ്രപ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ മുമ്പിൽ അവയ്ക്ക് മറ്റുള്ളവയുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന വാക്കുകളെയാണെന്ന് പറയുന്നത് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നവയാണ് പ്രപ്പോസിഷൻസ് അല്ലേ. പാർട്സ് ഓഫ് സ്പീച്ച് അറിയാം നമുക്ക്, നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ എന്ന് പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ച് അറിയാം. അപ്പോൾ ആ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നവയാണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. പ്രപ്പോസിഷൻ്റെ ഫംഗ്ഷൻ നൗണിൻ്റെ ഫംഗ്ഷൻ പോലെ, അഡ്ജക്റ്റീവിൻ്റെ ഫംഗ്ഷൻ പോലെ പ്രപ്പോസിഷൻ്റെ ഫംഗ്ഷനും നമ്മൾ അറിഞ്ഞിരിക്കുക. ആ പ്രപ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു വാക്യത്തിൽ ഒരു സെൻറ്റൻസിനകത്ത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന നൗണിനോ പ്രൊനൗണിനോ ബാക്കിയുള്ളവയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രപ്പോസിഷൻസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ പ്രപ്പോസിഷൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കുക. എ പ്രപ്പോസിഷൻ ഈസ് എ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രൊനൗൺ അല്ലേ. ബിഫോർ എ നൗൺ ഓർ പ്രൊനൗൺ എന്തിനു വേണ്ടിയിട്ട്, ടു ഷോ ഹൗ ദ പേഴ്സൺ ഓർ ദ തിങ് ഈസ് റിലേറ്റഡ് ടു സംതിങ് എൽസ്. അവിടെ നമ്മൾ നൗണായിട്ട് ഉപയോഗിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ എന്താണ് ആ പേഴ്സൺ അല്ലെങ്കിൽ ആ തിങ്ങിന് മറ്റുള്ളവയുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവയുമായിട്ട് എങ്ങനെ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു, എങ്ങനെയാണ് ആ വാക്ക് എന്ത് ചെയ്യുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഒരു പ്രപ്പോസിഷൻ എന്ത് ചെയ്യുന്നത്, സെൻറ്റൻസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു പ്രപ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു വാക്കാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള വാക്ക്, പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രൊനൗൺ. ഒരു നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ടു ഷോ അല്ലേ, കാണിക്കുന്നതിന് വേണ്ടി. എന്തിനാ, ഹൗ ദ പേഴ്സൺ ഓർ ദ തിങ്, എങ്ങനെയാണ് ആ വ്യക്തിയോ നൗണായിട്ട് വരുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വസ്തുവോ എന്ത് ചെയ്യുന്നത്, റിലേറ്റഡ് ടു സംതിങ് എൽസ് ഇൻ ദ സെൻറ്റൻസ്. ആ സെൻറ്റൻസിലെ മറ്റുള്ളവയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അവയുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് ബേസിക് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചില സെൻറ്റൻസുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, പ്രപ്പോസിഷൻസ് പല ഭാഗങ്ങളിൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വരാം. ഈവൻ എൻഡിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ ആ എക്സെപ്ഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. അതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതായത് പ്രപ്പോസിഷൻ എന്ത് ചെയ്യുന്നു, സംടൈംസ് എൻഡിൽ വരാറുണ്ട് അല്ലേ. അതായത് നോക്കുക, പ്രപ്പോസിഷൻ ഈസ് ഓൾവേസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ആ എൻഡിൽ വരുന്നു. വെൻ ഇറ്റ്സ് എ ഓബ്ജക്റ്റ് ഈസ് ദാറ്റ്. അതായത് അത്തരം വാക്യങ്ങളുടെ പ്രത്യേകത, ആ വാക്യത്തിനകത്ത് ദാറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാവും. ആ ദാറ്റ് അതിനകത്ത് എന്തായിരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നത്, ഒരു റിലേറ്റീവ് പ്രൊനൗണിൻ്റെ ഫംഗ്ഷൻ അല്ലേ. ഇപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ദാറ്റ് വരുന്ന വാക്യങ്ങളിൽ, ഏതാണ് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ദാറ്റ് വരുന്ന സെൻറ്റൻസുകളിൽ
നമുക്ക് പ്രപ്പോസിഷൻ മുകളിൽ പറഞ്ഞ കണ്ടീഷൻ അല്ലാതെ എവിടെ കാണാൻ കഴിയും? എൻഡിൽ നമുക്ക് എന്താണ് ആ സെന്റൻസിന്റെ അവസാനം നമുക്ക് എന്താ കാണാൻ കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. There is the book that you were looking for. നോക്കുക, there is the book. ഇവിടെ എന്തുണ്ട്? റിലേറ്റീവ് പ്രൊനൗൺ വന്നിട്ടുണ്ട് അല്ലേ, ദാറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ദാറ്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫോർ എന്ന് പറയുന്ന പ്രപ്പോസൻ എന്താണ് ഈ സെന്റൻസിന്റെ അവസാനം നമുക്ക് എന്താണ് കാണാൻ കഴിയും അല്ലെ. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, നോർമൽ കണ്ടീഷൻ അല്ലാതെ സംടൈംസ് നമുക്ക് എന്താ സെന്റൻസുകളിൽ പ്രപ്പോസൻ എവിടെ കാണാൻ പറ്റും? സെന്റൻസിന്റെ എൻഡിൽ കാണാൻ പറ്റുന്ന ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴാ? റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള. അപ്പം റിലേറ്റീവ് പ്രൊനൗൺ നമുക്കറിയാം അല്ലേ. അപ്പൊ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള ദാറ്റ് വരുന്ന വാക്യങ്ങളിൽ പ്രപ്പോസിഷൻ നമുക്ക് എവിടെ? എൻഡിൽ ഉപയോഗിക്കാം. ദിസ് ഈസ് ദ ടോയ് ദാറ്റ് ഷീ ഈസ് ഫോണ്ട് ഓഫ്. അപ്പൊ ഇവിടെ എന്താ? ദാറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ എന്താണ്? ഫോണ്ട് ഓഫ്. ഓഫിൽ എന്താ? അവസാനിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൂടി നമ്മളിവിടെ അറിഞ്ഞിരിക്കുക. പ്രപ്പോസിഷന്റെ ബേസിക് കണ്ടീഷൻ കൂടാതെ എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? പ്രപ്പോസിഷൻ എൻഡിൽ വരുന്ന സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാമത്തെ സന്ദർഭം എന്താ പറഞ്ഞേ? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ വരുന്ന അല്ലെ, ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ വരുന്ന വാക്യങ്ങളിൽ പ്രപ്പോസിഷൻ നമുക്ക് എവിടെ കാണാൻ പറ്റും? എൻഡിൽ കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പ്രപ്പോസിഷൻ ഈസ് യൂഷ്വലി പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെന്റൻസ്. വീണ്ടും പറയുന്നു, എൻഡ് ഓഫ് ദ സെന്റൻസ് തന്നെ കാണാം. വെൻ ഇറ്റ്സ് ഒബ്ജക്റ്റ് ഈസ് ആൻ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ. മറ്റൊരു കണ്ടീഷനാണ് ഒരു ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ വരുന്ന വാക്യങ്ങളിൽ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ചോദ്യങ്ങളിൽ അല്ലെ, ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസിന്റെ തന്നെ ഇന്ററോഗേറ്റീവ് ആയിട്ട് വരുന്ന പ്രൊനൗൺ അല്ലെ, വെന്ന, വാട്ട് ഇങ്ങനെയൊക്കെ വരുന്ന എന്താണ് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺസിൽ നമുക്ക് എന്ത് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്? ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ വരുന്ന വാക്യങ്ങളിൽ അല്ലെങ്കിൽ സം ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? എൻഡിൽ ഉപയോഗിക്കാം. ഏതിനെ? പ്രപ്പോസിഷനെ. നോക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള വാട്ടിലാണ് തുടങ്ങിയിരിക്കുന്നത്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? അപ്പോൾ ഈ സെന്റൻസിൽ വാട്ട് എന്ന് പറയുന്ന ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിരിക്കുന്നു? എബൌട്ട് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എന്താണ്? എൻഡിൽ വന്നിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞു, പ്രപ്പോസിഷന്റെ എക്സെപ്ഷൻ ആയിട്ടുള്ള രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞു. എവിടെ വരുന്നു? എൻഡിൽ വരുന്നു. എപ്പോഴാ? ഒരു ഇന്ററോഗേറ്റീവ് പ്രൊനൗണിലുള്ള സെന്റൻസുകളിൽ. അപ്പോൾ ഇന്ററോഗേറ്റീവ് പ്രൊനൗണ് തുടങ്ങുന്ന വാക്യങ്ങളിൽ പ്രപ്പോസിഷൻ എവിടെ വരുന്നു എന്നാണ്? എൻഡിൽ വരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ എക്സെപ്ഷൻ. ദെൻ മൂന്നാമത്തെ എക്സെപ്ഷൻ ഉണ്ട്. Propositions can be followed by verbs, but the verb must be in the gerund form. ജെറണ്ടുകളുടെ കൂടെ, ജെറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? വെർബിന്റെ ING ഫോം അല്ലെ, വെർബിന്റെ ING ഫോം ആണ്. എന്തായിട്ട് ഉപയോഗിക്കുന്നു? നൗണായിട്ട് ഉപയോഗിക്കുന്നു അല്ലെ. നൗണായിട്ട് ഉപയോഗിക്കുന്ന വെർബിന്റെ ING ഫോമിനെ അല്ലെ, വെർബിന്റെ ING ഫോമിനെ ആണെന്ന് പറയുന്നത് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത് അല്ലെ. നൗണായിട്ട് ഉപയോഗിക്കുന്ന വെർബിന്റെ ING രൂപങ്ങളാണ് ജെറണ്ടുകൾ. അങ്ങനെ ജെറണ്ടുകൾ വന്നിട്ടുള്ള വാക്യങ്ങളിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കാം? എൻഡിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവയുടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെ. അപ്പൊ നോക്കുക, ബാലു ഈസ് ടോക്കിംഗ് ഓഫ് ഗോയിങ് ഇൻ ടു ബിസിനസ്. അപ്പൊ ജെറണ്ടിന്റെ കൂടെ എന്നാണ് അല്ലെ. ജെറണ്ടിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? വരുന്നു. ഏത് വരുന്നു? ING ഫോമിൽ വരുന്ന ജെറണ്ടിന്റെ കൂടെ പ്രപ്പോസിഷൻ വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ബാലു ഈസ് ടോക്കിംഗ് ഓഫ് ഗോയിങ് ഇൻ ടു ബിസിനസ്. എന്താ പറഞ്ഞേക്കുന്നത്? ബാലു ഈസ് ടോക്കിംഗ് ഓഫ് ഗോയിങ് ഇൻ ടു ബിസിനസ് അല്ലെ. അപ്പൊ ഇത്തരത്തില് ജെറണ്ടുകൾക്കൊപ്പം എന്ത് ചെയ്യുന്നു എന്നാണ്? പ്രപ്പോസിഷൻ വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എക്സെപ്ഷൻ പഠിച്ചത് 3 കണ്ടീഷൻ ആയിരുന്നു. ഫസ്റ്റ് പറഞ്ഞ എന്താ? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രപ്പോസിഷൻ എവിടെ കാണാം? സെന്റൻസിന്റെ അവസാനം കാണാം. സെക്കൻഡ് പറഞ്ഞത് ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ അല്ലെങ്കിൽ ചോദ്യങ്ങളിലും എന്താണ്? എൻഡിൽ വരാം. എന്ത് വരാം? പ്രപ്പോസിഷൻസ് വരാം. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന എക്സെപ്ഷൻ എന്താ? ജെറണ്ടിനോടൊപ്പം. ഏതാണ്? ജെറണ്ടിനോടൊപ്പം. ജെറണ്ട് എന്ന് വെച്ചാൽ വെർബിന്റെ ING രൂപം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് വേണ്ടത് മെയിനായിട്ട് പ്രപ്പോസിഷൻ ആണ് അല്ലേ. എവിടെയൊക്കെയാണ് പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ള കണ്ടീഷൻ നമുക്ക് അറിയേണ്ടത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ എക്സെപ്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എവിടെയെല്ലാം നമുക്ക് എന്താണ് പ്രപ്പോസിഷൻസ് മറ്റുള്ള സന്ദർഭങ്ങളിൽ വരാം എന്നുള്ളത് 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കൈൻഡ് ഓഫ് പ്രപ്പോസിഷൻസിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രപ്പോസിഷൻസ് എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ നമുക്ക് പ്രപ്പോസിഷൻസിനെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ പ്രപ്പോസിഷൻസ് എന്നും കോമ്പൗണ്ട് പ്രപ്പോസിഷൻസ് എന്നും പറയാം, അല്ലെങ്കിൽ ഫ്രേസ് പ്രപ്പോസിഷൻസ് എന്നും പറയാം. അപ്പോൾ ആ സിമ്പിൾ പ്രപ്പോസിഷൻസ് ആണ് നമ്മൾ കൂടുതലും അറിയേണ്ടത്, പഠിക്കേണ്ടത്. സിമ്പിൾ പ്രപ്പോസിഷൻ പേര് തന്നെ ഉണ്ട്, സിമ്പിൾ പ്രപ്പോസിഷൻസ്. ദാറ്റ് മീൻസ് സിംഗിൾ വേർഡ്സ്, അല്ലെ, സിംഗിൾ വേർഡിൽ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ, അല്ലെങ്കിൽ നമ്മൾ നോർമലി കേൾക്കുന്ന പ്രപ്പോസിഷൻസ് എല്ലാം എന്താണ്, സിംഗിൾ വേർഡ് പ്രപ്പോസിഷൻ അല്ലെങ്കിൽ സിമ്പിൾ പ്രപ്പോസിഷൻസ് ആണ്. ആ സിമ്പിൾ പ്രപ്പോസിഷൻസിന് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എബൌട്ട് ഉണ്ട്, എബോവ് വരുന്നുണ്ട്, എക്രോസ് ഉണ്ട്, ആഫ്റ്റർ, അഗൈൻസ്റ്റ്, എലോങ്, എമംഗ്, അറൌണ്ട്, അറ്റ്, ബിഫോർ, ബിഹൈൻഡ്, ബിലോ, ബിനീത്ത്, ബിസൈഡ്, ബിസൈഡ്സ്, between, beyond, by, for, from, in, into, inside, of, then of, OFF അല്ലേ, OFF ഓഫ് നോക്കുക. then on, opposite, over, to, round, since, through, throughout, till or until, up, upon, with, within, without, during, towards, ഇങ്ങനെ പറയുന്നവയെല്ലാം എന്താണ്, പ്രപ്പോസിഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം പഠിക്കണമെന്നല്ലേ? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പ്രപ്പോസിഷൻസ് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, നമ്മളൊരു വാക്ക് കാണുമ്പോൾ അത് ഏത് കാറ്റഗറി പെടുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അത് പ്രപ്പോഷൻ ആണോ അല്ലയോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. നമുക്കിതിനകത്ത് എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല എക്സാമിനോ. മറ്റേ ചുരുക്കം ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രപ്പോഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, അത് നമ്മൾ തുടർന്ന് പഠിക്കും. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഏതെന്ന് പറയുന്നത് സിംഗിൾ വേർഡ് പ്രപ്പോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൈൻഡ് ഓഫ് പ്രപ്പോഷൻസിലെ സിംഗിൾ വേർഡ് പ്രപ്പോഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, തുടർന്ന് പഠിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫ്രേസ് പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ വേർഡ് ഗ്രൂപ്പ്. ഒന്നിലധികം വേർഡ് ചേർന്ന് വരുന്ന ഫ്രേസ് പ്രപ്പോസിഷൻസ് ഏതെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അവ ഇൻസ്പൈറ്റ് ഓഫ്, ഇൻ ഫ്രണ്ട് ഓഫ്, ബൈ മീൻസ് ഓഫ്, ഇൻ ഓർഡർ ടു, ഓയിങ് ടു, ഡ്യൂ ടു, ഇൻസ്റ്റെഡ് ഓഫ്, ഫോർ ദ സേക്ക് ഓഫ്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, വിത്ത് റിഗാർഡ്സ് ടു, ഇവയെല്ലാം എന്താണ്, പ്രപ്പോസിഷൻസ് ആണ് അല്ലേ? അതെന്ത് പ്രപ്പോസിഷനാ? ഫ്രേസ് പ്രപ്പോസിഷൻസ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ അറിയാമായിരിക്കും. എന്താണ് ഇതെല്ലാം എന്താണ്, വേർഡ് ഗ്രൂപ്പാണ് അല്ലേ? ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വന്നിട്ടുള്ള വേർഡ് ഗ്രൂപ്പുകളാണ് ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം. അപ്പോൾ ഇവയെ എന്തെന്നറിയപ്പെടുന്നു? ഫ്രേസ് പ്രപ്പോസിഷൻസ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രപ്പോഷൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഏതൊക്കെയാണ് പ്രപ്പോഷൻ എന്ന് പറഞ്ഞു, രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള PSC സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ദിശ PSCയുടെ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. ആ ആപ്പിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട PSC ടിപ്സുകൾ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ്. നമുക്കിനി നോക്കേണ്ടത് പ്രധാനപ്പെട്ട പ്രപ്പോഷൻസ് ഏതൊക്കെയെന്നാണ് അല്ലേ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രപ്പോഷൻ? നമ്മൾ നേരത്തെ ഒരുപാട് ലിസ്റ്റ് പറഞ്ഞായിരുന്നു. സിമ്പിൾ പ്രപ്പോഷനും അതുപോലെ തന്നെ വേർഡ് ഗ്രൂപ്പും ഒക്കെ നിരവധി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചിരുന്നു അതിലെല്ലാം പഠിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്ന ഒട്ടനവധി പ്രപ്പോഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അവയെല്ലാം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രപ്പോഷനായ അറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അറ്റ്, ഇന്ന്, ഓൺ എന്ന് പറയുന്ന പ്രപ്പോഷൻ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒട്ടനവധി നിയമങ്ങൾ വരുന്നതുമായിട്ടുള്ള 3 പ്രപ്പോഷൻസ് ആണ് ഇത്, അറ്റ്, ഇന്ന്, ഓൺ. അപ്പോൾ അതിൽ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അറ്റ് എന്ന് പറയുന്ന പ്രപ്പോഷൻ നമ്മൾ ആ ഒരു സെൻറ്റൻസിനകത്ത് ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മുടെ ഇല്ല്, ഇക്ക് എന്ന് പറയുന്ന അർത്ഥം കൂടി വന്നു ചേരുന്നു. ഓക്കെ, ഒരു സെൻറ്റൻസിനോടൊപ്പം, ഒരു നൗണിനോടൊപ്പം അല്ലെങ്കിൽ പ്രൊനൗണിനോടൊപ്പമോ ഈ പറയുന്ന അറ്റ് ചേർന്ന് വരുമ്പോൾ അവയ്ക്ക് ഇൽ അല്ലെങ്കിൽ ഇക്ക് എന്ന് പറയുന്ന മീനിങ് സം ടൈംസ് എന്താണ് നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നോക്കാം, നമുക്ക് ഫസ്റ്റ് അറ്റ് എന്ന് പറയുന്ന പ്രപ്പോഷൻ്റെ റൂൾ എന്താണെന്ന് നോക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ നെയിം ഓഫ് സ്മോൾ പ്ലേസസ്. നമുക്കറിയാവുന്നതാണ് അല്ലേ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറിയ സ്ഥലങ്ങൾ വരികയാണെങ്കിൽ ചെറിയ സ്ഥലങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കുന്നു? അറ്റ് ചേർക്കുന്നു എന്ന് നമ്മൾ നിരന്തരം പഠിച്ചിട്ടുള്ള അല്ലേ? ഇപ്പോൾ സ്മോൾ പ്ലേസസ്, ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് തന്നിട്ടുള്ളത് എങ്കിൽ, ഇപ്പോൾ ചെറിയ സ്ഥലം എന്ന് പറയുമ്പോൾ എന്താ, വലിയ സ്ഥലങ്ങളല്ലാത്ത അല്ലേ? അതായത് ഡിസ്ട്രിക്റ്റുകളോ കൺട്രികളോ സ്റ്റേറ്റുകളോ ഒന്നും അല്ലാത്ത നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം എന്തിലാണ്? ഈ കാറ്റഗറിയിൽ വരുന്നു അല്ലേ? ഇപ്പോൾ നോക്കുക, ഹി വർക്ക്സ് അറ്റ് പോത്തൻകോട്ട്. ഇപ്പോൾ പോത്തൻകോട് എന്ന് പറയുന്നത് ഒരു സ്മോൾ പ്ലേസ് ആണ് അല്ലേ? അപ്പോൾ ആ സ്മോൾ പ്ലേസിന് മുമ്പിൽ ഒരു പ്രപ്പോഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എഴുതുന്നത് എന്തായിരിക്കും? അറ്റ് എന്ന് പറയുന്ന പ്രപ്പോഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഹി വർക്ക്സ് അറ്റ് പോത്തൻകോട്, ഹി വർക്ക്സ് അറ്റ്
പോത്തൻകോട് അല്ലേ. അപ്പോൾ പോത്തൻകോട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് എഴുതിയേക്കുന്നത്, അറ്റ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ സ്ഥലത്തെക്കുറിച്ച് നോക്കുക. ഇതൊരു ഡിസ്ട്രിക്റ്റ് ആണോ, അല്ല. ഇതൊരു സ്റ്റേറ്റ് ആണോ, അല്ല. ഇതൊരു കൺട്രി ആണോ, അല്ല. അപ്പോൾ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ ആ സ്മോൾ പ്ലേസിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നു, അറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ജസ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ഐ ആം ഹിയർ അറ്റ് ഗാന്ധിനഗർ ഇൻ ബംഗളൂരു. ഓക്കെ, ഐ ആം ഹിയർ അറ്റ് ഗാന്ധിനഗർ ഇൻ ബംഗളൂരു. നോക്കുക, ഐ ആം ഹിയർ അറ്റ് ഗാന്ധിനഗർ. ഐ ആം ഹിയർ അറ്റ് ഗാന്ധിനഗർ എവിടെയാ, ഇൻ ബംഗളൂരു അല്ലേ. അവിടെ ഇൻ വന്നിട്ടിരിക്കുന്നത് ബംഗളൂരു എന്ന് പറയുന്ന സ്ഥലത്തേക്കുറിച്ച് അല്ലേ. അതൊരു വലിയൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ അവിടെ ഇന്ന് വന്നിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ നമുക്കിവിടെ വേണ്ടിയിരുന്ന വാക്ക് ഗാന്ധിനഗർ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് ഡാഷ് കൊടുത്തെന്ന് വിചാരിക്കുക. സോ നമ്മളവിടെ എന്ത് എഴുതി, അറ്റ് എന്ന് എഴുതി. ഗാന്ധി വാസ് ബോൺ അറ്റ് പോർബന്ദർ ഇൻ ഗുജറാത്ത്. നോക്കുക, നെക്സ്റ്റ് എക്സാമ്പിൾ. ഗാന്ധി വാസ് ബോൺ അറ്റ് പോർബന്ദർ അല്ലേ. എവിടെ ജനിച്ചത്, പോർബന്ദറില്ല. ഏത് സ്ഥലത്താ, ഗുജറാത്തിൽ. അപ്പോൾ അവിടെ എന്താ, ഇൻ വന്നിട്ടുണ്ട്, വലിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് വേണ്ടത് അറ്റാണ്. അപ്പോൾ പോർബന്ദർ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ചെറിയ സ്ഥലം, അതുകൊണ്ട് അവിടെ എന്ത് ചേർത്തു, അറ്റ് ചേർത്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെറിയ സ്ഥലങ്ങളെ പറ്റി പറയുമ്പോൾ അപ്പോൾ നമ്മളെല്ലാം ജീവിക്കുന്ന, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവയായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഇതിലല്ലാതെ വരുന്നത്, വലിയ സ്ഥലങ്ങളായിട്ട് വരുന്നത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക. ഏതൊക്കെയാ, വലിയ ടൗണുകൾ, അതുപോലെ തന്നെ കൺട്രികൾ, സ്റ്റേറ്റുകൾ, ഡിസ്ട്രിക്റ്റുകൾ, ഇതൊക്കെ ആയിരിക്കും വലിയ പ്ലേസസിൽ വരുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്കിവിടെ വേണ്ടത് എന്താണ്, സ്മോൾ പ്ലേസസ്, ചെറിയ സ്ഥലങ്ങൾ. അപ്പോൾ ഇതാണ് അറ്റിൻ്റെ ആദ്യത്തെ യൂസ്. ഏതാണ് അറ്റ് എവിടെ ഉപയോഗിക്കാൻ, നമുക്ക് ചെറിയ സ്ഥലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രപ്പോഷൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുന്ന ഉത്തരം എന്തായിരിക്കും, അറ്റ് എന്നായിരിക്കും നമ്മൾ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് റൂളിലേക്ക് പോകുമ്പോൾ, വെൻ ടോക്ക് അബൌട്ട് പർട്ടിക്കുലർ പ്ലേസ് ഓർ ബിൽഡിംഗ്. പർട്ടിക്കുലർ പ്ലേസ് ഓർ ബിൽഡിംഗ് അല്ലെ. ഒരു പ്ലേസ് എന്നുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്ന സ്ഥലം അല്ലെങ്കിൽ ഇന്ന ബിൽഡിംഗ് എന്നുള്ളൊരു സെൻസ് മാത്രം, ആ ബിൽഡിങ്ങിൻ്റെ അകത്തെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സെൻസ് അല്ലാതെ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്ഥലത്തെ പറ്റി ഡിനോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രയോഗിക്കുക, അതേപോലെ നമുക്ക് അറ്റ് ഉപയോഗിക്കാം അല്ലേ. നോക്കുക, എക്സാമ്പിൾ നോക്കുക. ഐ മെറ്റ് ഹിം അറ്റ് ദ ബാങ്ക്. ഐ മെറ്റ് ഹിം അറ്റ് ദ ബാങ്ക്. അപ്പം ഞാൻ അവനെ ബാങ്കിൽ വെച്ച് കണ്ടു അല്ലെ, ഇൽ വെച്ച് കണ്ടു. ഇവിടെ ബാങ്കിൽ വെച്ച് കണ്ടു, ഞാൻ അവനെ ബാങ്കിൽ വെച്ച് കണ്ടു. അപ്പോൾ ബാങ്ക് എന്നുള്ളത് അവിടെ എന്താണ്, ജസ്റ്റ് ഒരു പ്ലേസ് എന്നുള്ള സെൻസിൽ മാത്രമാണ് തരുന്നത്. അതിന് ബാങ്കിൻ്റെ അകത്ത് വെച്ച് കണ്ടു എന്നൊന്നും പറയുന്നില്ല, ബാങ്കിൽ വെച്ച് കണ്ടു എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഐ മെറ്റ് ഹിം അറ്റ് ദ ബാങ്ക്, അവിടെ വേറെ ആഡ് ചെയ്തൊന്നും വന്നിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ഇവിടെ എന്താണ്, ഒരു പ്ലേസ് എന്നുള്ള സെൻസിൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, അറ്റ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ദ മാച്ച് ഈസ് അറ്റ് നെഹ്റു സ്റ്റേഡിയം. ദ മാച്ച് ഈസ് അറ്റ് നെഹ്റു സ്റ്റേഡിയം അല്ലേ. അപ്പോൾ ഒരു പ്ലേസ് ആയിട്ട് നെഹ്റു സ്റ്റേഡിയത്തെ പറയുന്നു. സോ അതിന് മുമ്പിൽ എന്ത് ചേർത്തിരിക്കുന്നു, അറ്റ് ചേർത്തിരിക്കുന്നു. ഐ ഷാൾ വെയിറ്റ് ഫോർ യു അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഐ ഷാൾ വെയിറ്റ് ഫോർ യു അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ നിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെ, റെയിൽവേ സ്റ്റേഷനിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെഹ്റു സ്റ്റേഡിയത്തിൽ, അതുപോലെ ബാങ്കിൽ, നെഹ്റു സ്റ്റേഡിയത്തിൽ, റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ആ ഒരു സെൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയും അറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വി വിൽ ബി അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. വി വിൽ ബി അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. നീ നാളെ വരുമ്പോൾ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലായിരിക്കും. ആ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു പ്ലേസ് എന്നുള്ള സെൻസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ ബിൽഡിംഗ് എന്നുള്ള സെൻസ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് ഉപയോഗിക്കാം. അത് എന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, ബാങ്കിൻ്റെ ഉള്ളിലെന്നോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെന്നോ അർത്ഥമാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്, ഇന്നായിരിക്കണം. അത് നമ്മൾ പഠിക്കും, ഇന്നിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ബാങ്കിൻ്റെ ഉള്ളിലെന്നോ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ എന്ന അർത്ഥത്തിലോ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം, അവിടെ ഉപയോഗിക്കേണ്ടത് ഇന്നായിരിക്കണം. ഇവിടെ നമ്മൾ അങ്ങനെ ഉള്ളിൽ, ഇൻസൈഡ് എന്ന് പറയുന്നില്ല, പകരം എന്താണ്, ഒരു പ്ലേസ്, ജസ്റ്റ് ഒരു പ്ലേസ് എന്നുള്ള സെൻസ് മാത്രമാണ് തരുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒരു പ്ലേസ് എന്നുള്ള സെൻസിൽ മാത്രം തരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാണ്, അറ്റായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നാമത് പറഞ്ഞ എന്താ, സ്മോൾ പ്ലേസസിനെ കുറിച്ച് പറയുമ്പോൾ, ചെറിയ സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. ഇനി ആ ഒരു സ്ഥലത്തെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസ് എന്നോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ബിൽഡിംഗ് എന്നുള്ള സെൻസിൽ മാത്രം തരുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. നേരെ മറിച്ച് ഇൻസൈഡ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അവിടെ എന്ത് വരുന്നു, ഇൻ വരുന്നു എന്നുകൂടി ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ, ടു ഡിനോട്ട് ആൻ എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം അല്ലെ. എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം എന്ന് വെച്ചാൽ എന്താ, കൃത്യസമയം. ഇപ്പൊ കൃത്യമായ ഒരു സമയത്തെ സൂചിപ്പിക്കുമ്പോൾ, ഏതാണ്, കൃത്യമായ ഒരു സമയത്തെ സൂചിപ്പിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചേർക്കണം, അറ്റ് ചേർത്ത് പറയണം. അപ്പൊ സമയത്തെക്കുറിച്ച്, അപ്പോൾ നമ്മൾ ചെറിയ സ്ഥലങ്ങളെന്നും സമയത്തിന്റെ മുമ്പിലൊന്നും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സമയത്തെ സൂചിപ്പിക്കാൻ, ചെറിയ സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ അറ്റ് ചേർക്കണം എന്ന് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ മൂന്നാമത്തെ കണ്ടീഷനിൽ നോക്കുക, ഇത്തരത്തിൽ എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം തന്നിരിക്കുന്ന സെന്റൻസിനകത്ത്
ഒരു ടൈം തരുന്നു, തൊട്ട് മുമ്പിൽ ഡാഷ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എഴുതുന്ന ഉത്തരം എന്തായിരിക്കും? അറ്റായിരിക്കണം. ഹി അറൈവ്ഡ് അറ്റ് 6 o'clock. അവിടെ നമ്മൾ ഈ 6 o'clock ബേസ് ചെയ്തിട്ടാണ് അറ്റ് എഴുതുന്നത് അല്ലേ? അപ്പോൾ അതൊരു എക്സാക്ട് ടൈമാണ്. ആ എക്സാക്ട് ടൈമിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർത്തു? അറ്റ് ചേർത്തു. ഷീ സെറ്റ് ഔട്ട് അറ്റ് 7 o'clock. She set out at 7 o'clock. Then they had lunch at 12 p.m. They had lunch at 12 p.m. അവിടെ എന്താണ്? 12 p.m. ഒരു എക്സാക്ട് ടൈമാണ്. The train leaves at 6 p.m. The train leaves at 6 p.m. അപ്പോൾ അവിടെ എല്ലാത്തിലും എന്ത് തന്നിട്ടുണ്ട്? ആ കൃത്യമായിട്ടുള്ള സമയത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളുടെ മുമ്പിലെല്ലാം ആസ് പെർ ദ റൂൾ നമ്മൾ എന്ത് ചേർത്തു? അറ്റ് ചേർത്തു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്താണ്? സ്മോൾ പ്ലേസസ് അല്ലേ? സ്മോൾ പ്ലേസസിന്റെ മുമ്പ് ചേർക്കുന്നു. അടുത്തത് പർട്ടിക്കുലർ ബിൽഡിംഗ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലേസ് എന്ന സെൻസിലാണ്. മൂന്നാമത് പറഞ്ഞ എന്താ? എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം, കൃത്യമായ ഒരു സമയത്തെ സൂചിപ്പിക്കാൻ എന്തുപയോഗിക്കണം? അറ്റ് ഉപയോഗിക്കണം എന്നതാണ് ഇപ്പോൾ പഠിച്ചത് അല്ലേ? ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ദെൻ നാലാമത്തെ കണ്ടീഷനിൽ പോകുമ്പോൾ ടു ഡിനോട്ട് എ സെൻസ് ഓഫ് ടൈം. ടു ഡിനോട്ട് എ സെൻസ് ഓഫ് ടൈം. ആ സെൻസ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓർമ്മിക്കുക നൈറ്റ്, മോർണിംഗ്, ഈവനിങ് അല്ലെ? നൈറ്റ്, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സെൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻസ് ഓഫ് ടൈമുകൾ തരുമ്പോൾ അവയുടെ കൂടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? അറ്റാണ്. ഹി റീച്ച്ഡ് അറ്റ് നൈറ്റ്. ഹി റീച്ച്ഡ് അറ്റ് നൈറ്റ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എന്തായിരുന്നു? ഒരു എക്സാക്ട് ടൈമാണ്. ഇവിടെ പറയുന്നത് സെൻസ് ഓഫ് ടൈം. എക്സാക്ട് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോക്ക് ടൈമിങ്സ് പറയുന്നത് അല്ലേ? ഇനി അതുപോലെ രാത്രിയെന്നോ പകലെന്നോ ഉച്ചയെന്നോ വൈകുന്നേരം എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് കാറ്റഗറിയിൽ വരുന്നു? സെൻസ് ഓഫ് ടൈം ആയിട്ട് പറയുന്നു. അപ്പോൾ ആ സെൻസ് ഓഫ് ടൈം വരുമ്പോഴും എക്സാക്ട് ടൈമിനെ പോലെ നമ്മൾ എന്താ ചേർക്കേണ്ടേ? അറ്റാണ് ചേർക്കേണ്ടത് അല്ലേ? ഹി റീച്ച്ഡ് അറ്റ് നൈറ്റ്. ഏതാണ്? ഹി റീച്ച്ഡ് അറ്റ് നൈറ്റ്. അവൻ രാത്രിയിൽ എത്തി എന്നുള്ളതാണ്. ഹി ഫോണ്ട് മീ അറ്റ് നൂൺ. അവിടെയും അറ്റ് വന്നിരിക്കുന്നതിന് കാരണം നൂൺ എന്ന് പറയുന്ന സെൻസ് ഓഫ് ടൈമാണ്. ദ തെഫ്റ്റ് ടുക്ക് പ്ലേസ് അറ്റ് മിഡ് നൈറ്റ്. അവിടെ എന്താണ്? അറ്റ് വന്നിരിക്കുന്നു. ഏതിന്റെ മുമ്പിലാ? മിഡ് നൈറ്റിന്റെ മുമ്പിൽ. അപ്പൊ ഈ വാക്കുകളെല്ലാം മിഡ് നൈറ്റ്, നൂൺ, നൈറ്റ് ഇവയെല്ലാം എന്തിൽ വരുന്നതാണ്? സെൻസ് ഓഫ് ടൈം. ഇത് കൂടാതെ മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും ആഫ്റ്റർനൂൺ ആണെങ്കിലും ഒക്കെ എന്താണ്? സെൻസ് ഓഫ് ടൈമാണ്. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ട വാക്ക് ഏതാണ്? സെൻസ് ഓഫ് ടൈമിന് മുമ്പിൽ എന്ത് ചേർക്കുക? അറ്റ് ചേർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് സെൻസ് ഓഫ് ടൈമിന്റെ കൂടെ എന്ത് ചെയ്യണം? അറ്റ് ചേർക്കണം എന്നാണ് അല്ലേ? അപ്പൊ ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സെൻസ് ഓഫ് ടൈമിൽ തന്നെ ഈ സെൻസ് ഓഫ് ടൈമിന്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഏതെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് എ എന്നോ ആൻ എന്നോ ദ എന്നോ പറയുന്ന വാക്കുകളാണ് നമുക്കറിയാം എന്ത്? ആർട്ടിക്കിൾ. അപ്പോൾ എസ്പെഷ്യലി ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഈ സെൻസ് ഓഫ് ടൈമിന്റെ മുമ്പിൽ വന്നാൽ പിന്നെ നമ്മൾ അവിടെ അറ്റല്ല ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്തായിരിക്കും? ഇൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓർമ്മിക്കുക, ഈ സെൻസ് ഓഫ് ടൈം നമ്മൾ പറഞ്ഞ നൈറ്റ്, നൂണ്, മിഡ് നൈറ്റ്, ആഫ്റ്റർനൂൺ ഇവയുടെയൊക്കെ തൊട്ട് മുന്നേ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഏതാണ്? ഒരു ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവിടെ നൈറ്റ് എന്നും നൂണെന്നും മിഡ് നൈറ്റ് എന്നും മാത്രമേ ഉള്ളൂ. ദ നൈറ്റ് എന്നോ ദ നൂണെന്നോ ദ മിഡ് നൈറ്റ് എന്നോ ഉണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതില്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ്? കൃത്യമായിട്ട് അറ്റ് ഉപയോഗിക്കാം. എന്നാൽ ഹി റീച്ച്ഡ് ഡാഷ് ദ നൈറ്റ് എന്നായിരുന്നുവെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ഉപയോഗിച്ചേനെ? അവിടെ എന്ത് ഉപയോഗിച്ചേനെ? ഇൻ ഉപയോഗിച്ചേനെ അല്ലെ? ഹി റീച്ച്ഡ് ഡാഷ് ദ നൈറ്റ് എന്നായിരുന്നെങ്കിൽ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക. അങ്ങനെ ദ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ഇൻ വന്നേനെ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അറ്റ് ഉപയോഗിച്ചു അല്ലെ? അപ്പൊ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യം നോക്കുക. നൈറ്റ്, മിഡ് നൈറ്റ്, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ സെൻസ് ഓഫ് ടൈമിന്റെ കൂടെ ഏതാണ്? ദ എന്നുള്ള ആർട്ടിക്കിൾ വരികയാണെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം? ഇൻ ഉപയോഗിക്കണം. ഇതാണ് കണ്ടീഷൻ അല്ലെ? അതായത് നൈറ്റ്, മിഡ് നൈറ്റ്, മോർണിംഗ് ഇതൊക്കെയാണെന്ന് പറയുന്നത് സെൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത് അല്ലേ? ആ സെൻസ് ഓഫ് ടൈമിന്റെ കൂടെ ഏതാണ്? ആ സെൻസ് ഓഫ് ടൈമിന്റെ കൂടെ ഏതാ? ആർട്ടിക്കിൾ ദ വരികയാണെങ്കിൽ അവിടെ ചേർക്കേണ്ട പ്രപ്പോസിഷൻ എന്താണ്? അറ്റല്ല, പകരം എന്ത് ചേർക്കണം? ഇൻ ചേർക്കണം. ഏത് ചേർക്കണം? ഇൻ ചേർക്കണം. നോക്കുക, ഷീ കംസ് ഹിയർ ഇൻ ദ മോർണിംഗ്. ഷീ കംസ് ഹിയർ ഇൻ ദി മോർണിംഗ്. അവിടെ ഇൻ വന്നിരിക്കുന്നു. എന്താ കാര്യം? ദ എഴുതിയത് കൊണ്ട് അല്ലെ? ദ മോർണിംഗ് എന്നാണ്. ഹി ഗോസ് ഹോം ഇൻ ദ ഈവനിങ്. ഹി ഗോസ് ഹോം ഇൻ ദ ഈവനിങ്. അവിടെ വരാൻ കാര്യം എന്താണ്?
ദാ ഈവനിങ്ങിൻ്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്? ദാ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ പറഞ്ഞത് നൈറ്റ്, മിഡ് നൈറ്റ്, മോർണിംഗ് ഇവയോടൊപ്പം തൊട്ട് മുന്നേ ആർട്ടിക്കിൾ വരികയാണെങ്കിൽ, ദാ വരികയാണെങ്കിൽ അവിടെ ഒരു ചേഞ്ച് വരുന്നു. അറ്റിൻ്റെ സ്ഥാനത്ത് ഏത് വരുന്നു? ഇൻ വരുന്നു. ഓക്കെ. ഇനി അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിഗിനിങ്, എൻഡ്, വീക്കെൻഡ്, സെയിം ടൈം. ഏതൊക്കെയാണ്? ബിഗിനിങ്, എൻഡ്, വീക്കെൻഡ്, സെയിം ടൈം. ഇവയുടെ മുമ്പിൽ ദാ വന്നാലും അല്ലെ, ഈ ആർട്ടിക്കിൾ ഇതൊക്കെ എന്താണ്? സെൻസ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇവയുടെ പ്രത്യേകത, അവയ്ക്ക് മുമ്പിൽ ദാ വന്നാലും എന്തും ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം അല്ലെ? ഇവയ്ക്ക് എക്സെപ്ഷൻ ഉണ്ട്. ബാക്കിയുള്ളവയുടെ കൂടെ മുമ്പിൽ ദാ വന്നാൽ അറ്റ് ഉപയോഗിക്കത്തില്ല. എന്നാൽ ഈ പറഞ്ഞ ബിഗിനിങ് എന്നോ എൻഡ് എന്നോ വീക്കെൻഡ് എന്നോ സെയിം ടൈം എന്നോ പറയുന്ന വാക്കിനോടൊപ്പം ആർട്ടിക്കിൾ വന്നാലും അറ്റ് ചേർക്കണം, അല്ലെങ്കിൽ അറ്റും നമുക്ക് എന്ത് ചെയ്യാം? ചേർക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ സെൻസ് ഓഫ് ടൈമുമായി ബന്ധപ്പെട്ടിട്ട് എത്ര കണ്ടീഷൻ പറഞ്ഞു? പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സെൻസ് ഓഫ് ടൈമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് ചേർക്കണം അല്ലേ? സെൻസ് ഓഫ് ടൈമിൻ്റെ ആണെങ്കിൽ നൂണെന്നോ നൈറ്റ് എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, അത് മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം? അറ്റ് ചേർക്കണമെന്ന് പറഞ്ഞു. അടുത്ത കാര്യം പറഞ്ഞ എന്താ? ഇതേ സെൻസ് ഓഫ് ടൈമിൻ്റെ മുമ്പിൽ ഏത് വരികയാണെങ്കിൽ, ആർട്ടിക്കിൾ ദാ വരികയാണെങ്കിൽ അവിടെ ചേർക്കേണ്ടത് എന്താണ്? ഇൻ ആയിരിക്കണം. അപ്പോൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദി മോർണിംഗ്, അറ്റ് മോർണിംഗ് എന്ന് പറയും. അതേസമയം തന്നെ ദ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ ഇൻ ദി മോർണിംഗ് എന്നായിരിക്കും. ഏതാണ്? അറ്റ് മോർണിംഗ് എന്ന് പറയാം. അറ്റ് ദ മോർണിംഗ് അല്ല, പകരം ഇൻ ദി മോർണിംഗ് ആണ്. അപ്പോൾ മോർണിംഗ് എന്ന് മാത്രം വന്നാലാണ് അറ്റ് ചേർക്കേണ്ടത്. ദ മോർണിംഗ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ ചേർക്കണം. ഓക്കെ. അതിനോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു എക്സെപ്ഷൻ കേസ്, ബിഗിനിങ്, എൻഡ്, വീക്കെൻഡ്, സെയിം ടൈം. ബിഗിനിങ്, എൻഡ്, വീക്കെൻഡ്, സെയിം ടൈം. ഇവയ്ക്ക് മുമ്പിൽ സെൻസ് ഓഫ് ടൈം ആയിട്ട് വരുന്ന ഈ വാക്കുകൾക്ക് മുമ്പിൽ ദാ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചേർക്കാം? അറ്റ് ചേർക്കാം. ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ള നിയമം. അപ്പോൾ ആ 3 കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കുക. സെൻസ് ഓഫ് ടൈം മാത്രമാണെങ്കിൽ അറ്റ്, സെൻസ് ഓഫ് ടൈമിന് മുമ്പിൽ ദാ വന്നാൽ എന്താണ്? ഇൻ ചേർക്കണം. അതാണ് വീക്കെൻഡ്, എൻഡ് അങ്ങനെയൊക്കെ വരുന്ന വാക്കുകളുണ്ടെങ്കിൽ, സെയിം ടൈം അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടെങ്കിൽ അവയുടെ കൂടെ ദാ വന്നാലും എന്ത് ചെയ്യാം? അറ്റും ചേർക്കാം എന്നത് ഓർമ്മിച്ചിരിക്കുക. 5ാമത്തെ റൂളിലേക്ക് പോകുമ്പോൾ, ടു ഡിനോട്ട് ഫെസ്റ്റിവൽസ് വിച്ച് മാർക്ക് എ പോയിന്റ് ഇൻ ദ ഇയർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിനോട്ട് ഫെസ്റ്റിവൽസ് അല്ലെ? ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങളെ പറ്റി പറയുമ്പോൾ ആ ആഘോഷങ്ങളുടെ കൂടെ എന്ത് ചേർക്കണം? അറ്റ് ചേർത്ത് വേണം പറയാൻ. വി വിൽ മീറ്റ് അഗെയിൻ അറ്റ് ഓണം. അവിടെ നോക്കുക, ഓണം എന്നുള്ളത് എന്താണ്? ഒരു ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവൽ പറയാൻ വി വിൽ മീറ്റ് അഗെയിൻ ഓണം എന്ന് പറഞ്ഞാൽ തെറ്റും. എന്ത് വേണം? വി വിൽ മീറ്റ് അഗെയിൻ അറ്റ് ഓണം എന്ന് വേണം അല്ലേ? വി വിൽ മീറ്റ് അഗെയിൻ അറ്റ് ഓണം എന്ന് പറഞ്ഞാൽ മാത്രമേ ശരിയാകൂ. അപ്പോൾ അവിടെ പറഞ്ഞ കണ്ടീഷൻ നോക്കുക. ഓണം എന്നുള്ളത് ഒരു ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് ചേർക്കണം. ഐ ഹാഡ് എ വീക്ക് ഹോളിഡേ അറ്റ് ക്രിസ്മസ്. ഐ ഹാഡ് എ വീക്ക് ഹോളിഡേ അറ്റ് ക്രിസ്മസ്. അറ്റ് ക്രിസ്മസ് എന്താ കാര്യം? ക്രിസ്മസ് എന്നുള്ളത് എന്താണ്? ഒരു ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവലിൻ്റെ മുമ്പിൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചേർക്കണം? അറ്റ് ചേർത്തിരിക്കണം. നെക്സ്റ്റ് എക്സാമ്പിൾ, പ്രിയ ഈസ് ഗോയിങ് ഹോം അറ്റ് വിഷു. അവിടെ വിഷു എന്ന് പറയുന്നത് എന്താ? ഒരു ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവലിൻ്റെ മുമ്പിൽ എന്ത് ഡിനോട്ട് ചെയ്യുന്നു? അറ്റ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ, ബിഫോർ ഫെസ്റ്റിവൽസ്. എവിടെയാ? ഫെസ്റ്റിവൽസിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കുക? അറ്റ് ചേർക്കുക എന്നുള്ളത് 5ാമത്തെ കണ്ടീഷൻ അല്ലേ? ഫെസ്റ്റിവൽസിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അറ്റ് ചേർത്തിരിക്കണം എന്നുള്ളത് 5ാമത്തെ കണ്ടീഷനാണ്. അവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ സെൻസ് ഓഫ് ടൈമിൽ എക്സെപ്ഷൻ പഠിച്ചതുപോലെ അല്ലേ? ഇവിടെയും ഒരു എക്സെപ്ഷൻ വരുന്നു. ഫെസ്റ്റിവലിൻ്റെ കൂടെ ഡേ എന്ന് കൂടി വന്നാൽ, ഫെസ്റ്റിവലിൻ്റെ കൂടെ ഫെസ്റ്റിവൽ പ്ലസ് ഡേ എന്നുണ്ടെങ്കിൽ അറ്റിന് പകരം നമ്മൾ ചേർക്കേണ്ടത് ഓൺ ആയിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഫെസ്റ്റിവൽ പ്ലസ് ഡേ അല്ലേ? ക്രിസ്മസ് ഡേ എന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു എന്താണ് ഫെസ്റ്റിവൽ പ്ലസ് ഡേ വരികയാണ് എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കുക, അറ്റ് ചേർക്കരുത്. അവിടെ ചേർക്കേണ്ടത് എന്താണ്? ഓൺ ആയിരിക്കണം അല്ലേ? വി ഹാവ് എ ഹോളിഡേ ഓൺ ക്രിസ്മസ് ഡേ. ക്രിസ്മസ് എന്ന് മാത്രമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതിയേനെ? അറ്റ് എഴുതിയേനെ. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഡേ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? ഓൺ ചേർക്കുന്നു. അപ്പോൾ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, ഫെസ്റ്റിവൽ വന്നാൽ അറ്റ് ചേർക്കുക. ഫെസ്റ്റിവൽ പ്ലസ് ഡേ വന്നാൽ ഏതാണ്? ഫെസ്റ്റിവൽ കഴിഞ്ഞ ഏത് വാക്കുണ്ടെങ്കിൽ? ഡേ എന്നുള്ള വാക്കുണ്ടെങ്കിൽ, ഫെസ്റ്റിവൽ കഴിഞ്ഞ ഡേ എന്നുള്ള വാക്കുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്, എഴുതേണ്ട വാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രപ്പോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓൺ ആയിരിക്കണം. ഏതിൻ്റെ സ്ഥാനത്ത്? അറ്റിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? ഓൺ വരുന്നു. ഫെസ്റ്റിവൽ കഴിഞ്ഞ ഡേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൺ എഴുതണം. ഇതാണ് ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട എക്സെപ്ഷണൽ കേസ്. ഓക്കെ.
ദെൻ നമ്മൾ അടുത്ത റൂളിലേക്ക് പോകുമ്പോൾ അറ്റ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ഏജ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ചെറിയ സ്ഥലങ്ങളും ടൈമും പറഞ്ഞതുപോലെ വയസ്സിനെ പറ്റി പറയുമ്പോൾ, ഏജിനെ പറ്റി പറയുമ്പോൾ അത് ഡിനോട്ട് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? അറ്റ് വെച്ചിട്ടാണ് അല്ലേ? അറ്റ് ചേർത്ത് വേണം പറയേണ്ടത്. ഷീ ഗോട്ട് മാരീഡ് അറ്റ് 25. ഷീ ഗോട്ട് മാരീഡ് അറ്റ് 25 അല്ലേ? അവിടെ എന്താണ് 25 എന്നുള്ളത് ഒരു ഏജിനെ സൂചിപ്പിക്കുന്ന ടേമാണ്. സോ അവിടെ അറ്റ് 25 ഷീ ഗോട്ട് മാരീഡ് 25 എന്ന് എഴുതിയാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തന്നിരിക്കുന്ന വാക്കിന് ഇവയുമായി കണക്ഷൻ വേണമെങ്കിൽ ആര് വേണം? അറ്റ് വേണം അല്ലേ? അപ്പോൾ ഷീ ഗോട്ട് മാരീഡ് അറ്റ് 25 എന്നാണ് കറക്റ്റ് ആൻസർ. രാഹുൽ ബിക്കെയിം എ ടീച്ചർ അറ്റ് ദി ഏജ് ഓഫ് 26. അറ്റ് ദി ഏജ് ഓഫ് 26 അവിടെ എന്താണ്? 26 എന്നുള്ള ഏജിനെ പറ്റി പറയുന്നു. അവിടെ സൂചിപ്പിക്കാൻ എന്ത് വേണം? അറ്റ് ദ ഏജ് എന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. മൈ ഗ്രാൻഡ് ഫാദർ ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 90. മൈ ഗ്രാൻഡ് ഫാദർ ഡൈഡ് അറ്റ് ദി ഏജ് ഓഫ് 90. അപ്പോൾ അവിടെ എന്താണ്? അറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഏജിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അറ്റ് ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കുന്നു അറ്റിന്റെ 7ാമത്തെ റൂൾ എന്ന് പറയുന്നത് അറ്റ് ഈസ് യൂസ് ടു ഷോ റേറ്റ് പ്രൈസ് എമൗണ്ട് അല്ലേ? റേറ്റ് പ്രൈസ് എമൗണ്ട് അതിലൊന്ന് ഓർമ്മിക്കുക. റേറ്റ് പ്രൈസ് എമൗണ്ട് എന്നൊക്കെ പറയുന്നതല്ല ഒന്നാണ് അല്ലേ? ആ തുകകളെ പറ്റി പറയുമ്പോൾ എന്ന് ഓർമ്മിക്കുക. അതുപോലെ സ്പീഡിനെ പറ്റി പറയുമ്പോൾ, നമ്പറിനെ പറ്റി പറയുമ്പോൾ ഒക്കെ എന്ത് ചെയ്യണം? അറ്റ് ചേർത്തിരിക്കണം അല്ലേ? ഇപ്പോൾ റേറ്റ് അല്ലെങ്കിൽ പ്രൈസ് അല്ലെങ്കിൽ എമൗണ്ട് സെയിം ആണ്, എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ? ഇപ്പോൾ ഒന്നുകിൽ റേറ്റ് അല്ലെങ്കിൽ പ്രൈസ് അല്ലെങ്കിൽ എമൗണ്ട്, 3 ഒരേ വാക്കുകളാണ്. ദെൻ അതുപോലെ സ്പീഡ്, നമ്പർ ഇവയെ പറ്റിയിട്ടാണ് വാക്യങ്ങൾ തന്നിരിക്കുന്നത്. അവിടെ പ്രപ്പോഷൻ ചോദിച്ചിരിക്കുന്നു, നമ്മൾ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യുന്നു. ദാറ്റ് ഈസ് അറ്റ്. ഏതാണ്? അറ്റ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. സ്പീഡിനെ പറ്റി, റേറ്റിനെ പറ്റി, നമ്പറിനെ പറ്റിയിട്ടുള്ള വാക്യങ്ങളാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം അറ്റായിരിക്കും അല്ലേ? വി സെൽ ആപ്പിൾസ് അറ്റ് ₹200 per kg. അവിടെ പ്രൈസിനെ സൂചിപ്പിച്ചുകൊണ്ട് RS200 എന്ന് വന്നു. ദെൻ നമ്മളവിടെ എഴുതിയ ആൻസർ ഏതായിരുന്നു? അറ്റായിരുന്നു അല്ലേ? എഴുതിയ ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രപ്പോഷൻ എന്ന് പറയുന്നത് അറ്റാണ് എഴുതിയേക്കുന്നത്. ഹീസ് ഡ്രൈവിംഗ് അറ്റ് 50 kph അല്ലേ? ഹീസ് ഡ്രൈവിംഗ് അറ്റ് 50 kph km/h അല്ലേ? km/h എന്നാണ് kph എന്നറിയാം. അപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്? എക്സാമ്പിൾ ആണ്, സ്പീഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ സ്പീഡിന്റെ മുമ്പിലും അറ്റ് ചേർത്ത് നമ്മൾ എഴുതി. ദ സ്ട്രെങ്ത് ഓഫ് ദ ക്ലാസ് ഈസ് ഫിക്സഡ് അറ്റ് 30. 30 എന്നുള്ളത് എന്താണ്? ഒരു നമ്പറിനെ സൂചിപ്പിച്ചിരിക്കുന്നു. സോ ഫിക്സഡ് കഴിഞ്ഞ് നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? അറ്റ്. അല്ലെങ്കിൽ 30ക്ക് മുമ്പിൽ നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നു? അറ്റ് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ റേറ്റ്, സ്പീഡ്, നമ്പർ, ഏതാണ്? റേറ്റ്, സ്പീഡ്, നമ്പർ ഇവയെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? അറ്റ് എഴുതാം. റേറ്റ്, സ്പീഡ് ആൻഡ് നമ്പർ ഇവയെ സൂചിപ്പിക്കുമ്പോൾ വരുന്നത് അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആയിരിക്കുമെന്ന് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. റേറ്റ്, സ്പീഡ്, നമ്പർ. നോക്കുക, വി സെൽ ആപ്പിൾസ് അവിടെ എന്താണ് വന്നിരിക്കുന്നത്? അത് എമൗണ്ടിനെ അല്ലെങ്കിൽ പ്രൈസിനെ സൂചിപ്പിക്കുന്ന ഒരു ടേം ആയിരുന്നു. ദെൻ അടുത്ത് വരുന്നത് സ്പീഡിനെ സൂചിപ്പിച്ചു. അടുത്ത് വന്നിരിക്കുന്നത് എന്താ? 30 എന്ന് പറയുന്നത് നമ്പറിനെ സൂചിപ്പിച്ചു. അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് അറ്റാണ് അല്ലേ? അപ്പോൾ ഇതായിരുന്നു 7ാമത്തെ നിയമം എന്ന് പറയുന്നത്. ദെൻ അവിടെ നിന്ന് നമ്മൾ 8ാമത്തെ റൂളിലേക്ക് എത്തുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ അല്ലേ? ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ, ഒരു ഡിറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. അപ്പോൾ അറ്റ് എവിടെ ഉപയോഗിക്കുന്നു? ആ ഒരു ദിശകളെ സൂചിപ്പിക്കാൻ അല്ലേ? ഹി പോയിന്റഡ് അറ്റ് ദ സ്ട്രീറ്റ്. ഹി പോയിന്റഡ് അറ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെന്റൻസ് വരുമ്പോൾ ആ ഡിറക്ഷനെ സൂചിപ്പിച്ചുകൊണ്ട് എന്തുണ്ടായിരിക്കും? ഒരു വെർബ് കൂടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഹി പോയിന്റഡ് അറ്റ്. നോക്കുക, ഹി പോയിന്റഡ് അറ്റ്. അവിടെ വന്നിരിക്കുന്നത് പോയിന്റഡ് പ്ലസ് അറ്റ് എന്നാണ് അല്ലേ? അറ്റ് ദ ട്രീ. ഹി പോയിന്റഡ് അറ്റ് ദ ട്രീ. ഹി അറ്റ് ദ ട്രീ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. അവിടെ അറ്റ് മാത്രം എഴുതി നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു വെർബ് കൂടി വേണം. ഹി പോയിന്റഡ്. പോയിന്റഡ് ഇപ്പോൾ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് പോയിന്റഡ് എന്ന് പറയുന്നത് അല്ലേ? ദെൻ ലുക്ക് അറ്റ് ദ വിൻഡോ. ലുക്ക് അറ്റ് ദ വിൻഡോ. അപ്പോൾ അറ്റ് ദ വിൻഡോ എന്ന് മാത്രമാണോ? അല്ല, ലുക്ക് അറ്റ് അല്ലേ? ലുക്ക് അറ്റ് എന്ന് വന്നിട്ടില്ലേ? ലുക്ക് അറ്റ് ദ വിൻഡോ. ബാലു ത്രൂ ദ ബോൾ അറ്റ് ദ വാൾ. ബാലു ത്രൂ ദ ബോൾ അറ്റ് ദ വാൾ. ത്രൂ ആറ്റ്. ഇവിടെ ദ ബോൾ അറ്റ് എന്നല്ല, ത്രൂ, THREW, ത്രൂ അല്ലെ? അതിന്റെ കൂടെയാണ് എന്ത് വന്നിരിക്കുന്നത്? അറ്റ് വന്നിരിക്കുന്നത് അല്ലെ? അത് ഡയറക്ഷനെ സൂചിപ്പിച്ചിരിക്കുന്നു. ഹി വാസ് വേവിംഗ് അറ്റ് ദ ക്രൗഡ്. ഹി വാസ് വേവിംഗ് അറ്റ് ദ ക്രൗഡ്. Then he is looking at the stars. Look at. ഏതാണ്? Look at. അപ്പോൾ ലുക്കിംഗ് അറ്റ്, വേവിംഗ് അറ്റ്, ത്രൂ അറ്റ്, ലുക്ക് അറ്റ് വീണ്ടും, then pointed at. അപ്പോൾ ഇങ്ങനെ ഒരു വെർബ് പ്ലസ് അറ്റ് നമ്മൾ ചേർക്കുന്ന എവിടെയാണ്?
ഡയറക്ഷനെ സൂചിപ്പിക്കുമ്പോൾ അല്ലേ, ഏത് ദിശ എങ്ങോട്ടെന്നൊക്കെയുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ നമുക്ക് എന്താ അറ്റ് എഴുതാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഡയറക്ഷനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഏതെങ്കിലുമൊക്കെ എന്തായിരിക്കും തന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രപ്പോഷൻ ചോദിക്കുക, അല്ലെങ്കിൽ സെറ്റ് ഓഫ് വേർഡ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓപ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഏതായിരുന്നാലും ഡയറക്ഷനെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് നമുക്ക് സെൻറ്റൻസ് വായിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഈ വാക്കുകൾ നമ്മൾ വേർഡ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ഓർക്കുകയാണ്. ലുക്ക് അറ്റ്, പോയിന്റ് അറ്റ്, ത്രോ അല്ലെങ്കിൽ ത്രൂ അറ്റ്, വേവ് അറ്റ്, പിയർ അറ്റ്, പീപ്പ് അറ്റ്, സ്റ്റെയർ അറ്റ്, ഗേസ് അറ്റ്, ഗ്ലാൻസ് അറ്റ്. ഇതൊക്കെ എന്തിനെ, ഈ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അല്ലേ. അപ്പോൾ ആ ഡയറക്ഷനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ വാക്കുകൾക്കൊപ്പം ലുക്കിനൊപ്പം, പോയിന്റിനൊപ്പം, ത്രോ അല്ലെങ്കിൽ ത്രൂവിനൊപ്പം, വേവ്, പിയർ, പീപ്പ്, സ്റ്റെയർ, ഗേസ്, ഗ്ലാൻസ്, ഇതൊക്കെ നമുക്കറിയാം. നോക്കുക, നോട്ടം അല്ലേ, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ ആ വാക്കുകൾക്കൊപ്പം നമ്മൾ എന്ത് ചേർക്കുന്നു, അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എന്ത് ചെയ്യുന്നു, ചേർക്കുന്നു. അത് വരുന്ന ടൈറ്റിൽ പറഞ്ഞേക്കുന്നത് എന്താ, ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ അല്ലേ. ഡയറക്ഷനെ സൂചിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അറ്റ് ചേർക്കണം. അവിടെ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം, അറ്റ് മാത്രമായിട്ട് നമുക്ക് അവിടെ എഴുതാൻ പറ്റത്തില്ല. അവിടെ ഒരു വെർബ് കൂടി ചേർന്നായിരിക്കും എന്ത് ചെയ്യുക വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ആൻസർ കണ്ടെത്തുന്നത്. അപ്പോൾ ആ നിയമം പറയുന്നു, അറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് 8ാമത്തെ നിയമത്തിൽ വരുന്നത്, അതിൻ്റെ അറ്റിൻ്റെ നിയമത്തിൽ വരുന്നത്. അപ്പോൾ ഈ വേർഡ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ലുക്ക് അറ്റ്, പോയിന്റ് അറ്റ്, ത്രോ അല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ത്രൂ അറ്റ്, വേവ്, പിയർ, പീപ്പ്, സ്റ്റെയർ, ഗേസ്, ഗ്ലാൻസ്, ഇതൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഡയറക്ഷൻസിനെ സൂചിപ്പിക്കുന്ന, നോട്ടത്തെ അല്ലേ, അങ്ങനെ ദിശകളെയൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അവയ്ക്കും കൂടെ എന്ത് ചെയ്യുക, അറ്റ് ചേർക്കുക. ഇതായിരുന്നു 8ാമത്തെ നിയമം. അവിടെ നിന്ന് നമ്മൾ 9ലേക്ക് എത്തുമ്പോൾ ടു ഷോ ദി ടാലന്റ് ഇൻ പർട്ടിക്കുലർ ഏരിയ, എവിടെ ഉപയോഗിക്കുക, ആ ഒരു മേഖലയിലുള്ള, ഒരു പ്രത്യേക മേഖലയിലുള്ള ടാലന്റിനെ സൂചിപ്പിക്കുക. ടാലന്റിന്റെ അർത്ഥം നമുക്കറിയാലോ, എന്താ, കഴിവ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഓരോ കഴിവുള്ളവരാണ് അല്ലേ. അപ്പോൾ ഓരോ കഴിവുകൾ, ആ കഴിവുകൾ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വെർബുകൾക്കൊപ്പം നമുക്ക് എന്ത് ചേർക്കാം, അറ്റ് ചേർക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പത്തെ നിയമത്തിൽ എന്താ, ഡയറക്ഷനെ സൂചിപ്പിച്ചുകൊണ്ട് അറ്റ് മാത്രമല്ല, നമ്മൾ വെർബുകൾ വരണം, വെർബ് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അറ്റ് എഴുതുന്നെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോഴും ഒരു മേഖലയിലുള്ള, ഒരു പർട്ടിക്കുലർ മേഖലയിലുള്ള ഒരാളിൻ്റെ, ഒരു വ്യക്തിയുടെ കഴിവിനെ സൂചിപ്പിക്കാൻ, ടാലന്റിനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ചേർക്കാം, അറ്റ് ചേർക്കാമെന്നാണ് കണ്ടീഷൻ പറയുന്നത്. നോക്കുക, അർജുൻ ഈസ് ഗുഡ് അറ്റ് ഡ്രോയിങ്, അർജുൻ ഈസ് ഗുഡ് ഡാഷ് ഡ്രോയിങ്. അവിടെ നമ്മൾ എന്ത് എഴുതും, അറ്റ് എഴുതും. എന്താ കണ്ടീഷൻ, അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ടാലന്റിനെയാണ്. ആരുടെ ടാലന്റിനെ, അർജുൻ്റെ ടാലന്റിനെ, അതിലുള്ള ഡ്രോയിങ്ങിലുള്ള ടാലന്റിനെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഉത്തരം പെർഫെക്റ്റ് ആകാൻ വേണ്ടി, അല്ലെങ്കിൽ കൃത്യമാകാൻ വേണ്ടി ഗുഡിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തിരിക്കണം, അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ചേർക്കണം. ദെൻ ഹി ഈസ് എക്സലന്റ് അറ്റ് ഹിസ് വർക്ക്, ഹി ഈസ് എക്സലന്റ് അറ്റ്, അവിടെ എന്താ, എക്സലന്റിന്റെ കൂടെയാണ് എന്ത് വന്നിരിക്കുന്നത്, അറ്റ് വന്നിരിക്കുന്നത്. സോ ഹി ഈസ് എക്സലന്റ് അറ്റ് ഹിസ് വർക്ക്. അപ്പോൾ എക്സലന്റ് അറ്റ് വന്നു. മായ വാസ് നെവർ ഗുഡ് അറ്റ്, ഗുഡ് അറ്റ് അല്ലേ, ഗുഡ് അറ്റ് സ്പോർട്സ്. മായ വാസ് നെവർ ഗുഡ് അറ്റ് സ്പോർട്സ് അല്ലേ. അപ്പോൾ അതും വന്നു. മൈ ഫാദർ ഈസ് ടെറിബിൾ അറ്റ്, മൈ ഫാദർ ഈസ് ടെറിബിൾ അറ്റ് keeping his accounts in order. My father is terrible at keeping his accounts in order അല്ലേ. അപ്പോൾ അവിടെ ടെറിബിൾ അറ്റ് എന്ന് പറയുന്നത് ആ ഒരു കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അക്കൗണ്ട് എല്ലാം വളരെ കൃത്യമായി സൂക്ഷിക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് ടെറിബിൾ എന്ന് പറഞ്ഞ വാക്ക് വെച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ എന്താണ്, അറ്റ് ചേർത്ത് നമ്മൾ എഴുതിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മേഖലയിലുള്ള ടാലന്റിനെ സൂചിപ്പിക്കാൻ എന്താ വരേണ്ടേ, അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എന്ത് ചെയ്യുക, ഉപയോഗിച്ചിരിക്കുക. നമ്മളിത് തൊട്ട് മുന്നേ പഠിച്ചതുപോലെ ഇവിടെയും കുറച്ച് വാക്കുകളൊന്ന് ഓർമ്മിച്ചിരിക്കുക. ബ്രില്യൻ്റ് അറ്റ്, ബാഡ് അറ്റ്, ഗുഡ് അറ്റ്, ടെറിബിൾ അറ്റ്, എക്സലൻ്റ് അറ്റ് തുടങ്ങിയ വാക്കുകളൊക്കെ ഇത്തരത്തിൽ എന്താണ്, പർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരാളിൻ്റെ ടാലന്റിനെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിരുന്നു, നമ്മുടെ തുടർന്ന് വിശദമായിട്ടുള്ള ഇത്തരം ക്ലാസ്സുകളൊക്കെ ദിശ PSCയുടെ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവരും, താല്പര്യമുള്ള എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നല്ല ക്ലാസ്സുകൾ ആസ്വദിക്കുക. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലും ഒക്കെ PSCയുമായി ബന്ധപ്പെട്ട ടിപ്പുകളൊക്കെ വളരെ അവൈലബിൾ ആണ്. എല്ലാവരും യൂസ് ചെയ്യുക. ദെൻ നമ്മൾ അടുത്ത് പോകുന്നത് ടു ഡിനോട്ട് സർപ്രൈസ്, റിയാക്ഷൻ ഓർ റെസ്പോൺസ്. അടുത്ത് നമ്മൾ പോകുന്നത് ഡിനോട്ട്, സർപ്രൈസ്, റിയാക്ഷൻ, റെസ്പോൺസ്. എന്തിനെയൊക്കെ സൂചിപ്പിക്കാനാ, സർപ്രൈസിനെ, റിയാക്ഷനെ, റെസ്പോൺസിനെ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നു,
അറ്റ് ഉപയോഗിക്കുന്നു അല്ലേ. നമ്മൾ പറയുന്ന വാക്യം ഒരു സർപ്രൈസിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ, ഒന്നിനോടുള്ള റിയാക്ഷനെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ, ഒന്നിനോടുള്ള റെസ്പോൺസിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒന്നുകൂടി ഓർമ്മിക്കുക. അപ്പോൾ അതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടൊരു വെർബ് ഉണ്ടാവും. വെർബ് പ്ലസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന പ്രപ്പോഷൻ എഴുതേണ്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത്തരം കണ്ടീഷൻ നമ്മൾ തൊട്ട് മുമ്പിൽ പഠിച്ച 2 എണ്ണം, അതിനോടൊപ്പം തന്നെ ഇതിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ആൻസർ കിട്ടും. കാരണം ഈ പറയുന്ന റിയാക്ഷനെയോ സർപ്രൈസിനെയോ റെസ്പോൺസിനെയോ ഒക്കെ ഡിനോട്ട് ചെയ്യുന്ന വെർബുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നോക്കുക. ഹി വാസ് വണ്ടേഡ് അറ്റ് ദ സീൻ. ഇവിടെ വന്നിട്ടുണ്ട് വണ്ടേഡ് എന്നുള്ള വാക്ക്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുത്താൽ മതി, അറ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഹി വാസ് വണ്ടേഡ് അറ്റ് ദ സീൻ. നെക്സ്റ്റ് വൺ, ഐ വാസ് എക്സ്ക്ലൈംഡ് അറ്റ് ദ ന്യൂസ്. ഐ വാസ് എക്സ്ക്ലൈംഡ് കഴിഞ്ഞ് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളിന് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. എക്സ്ക്ലൈംഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണ്ടീഷനിൽ വരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോഷൻ എഴുതാൻ പറ്റും ഈസി ആയിട്ട്. ദ പ്രിൻസിപ്പൽ വാസ് ഇംപേഷ്യൻ്റ് അറ്റ് ദ ഡിലേ. അതുപോലെ ഇംപേഷ്യൻ്റ് എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു, അറ്റ് ചേർത്തു. അപ്പോൾ ദ പ്രിൻസിപ്പൽ വാസ് ഇംപേഷ്യൻ്റ് അറ്റ് ദി ഡിലേ. അപ്പോൾ പറഞ്ഞ കണ്ടീഷൻ എന്താ, ഒന്നിനോടുള്ള ഒന്ന് കണ്ടിട്ടുള്ള സർപ്രൈസോ അല്ലെങ്കിൽ റിയാക്ഷനോ അല്ലെങ്കിൽ റെസ്പോൺസോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം, നമുക്ക് അറ്റ് എന്ന് പറയുന്ന എന്ത് ഉപയോഗിക്കുന്നു, പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിൽ ഇവയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സർപ്രൈസിനെയോ റിയാക്ഷനെയോ റെസ്പോൺസിനെയോ സൂചിപ്പിച്ചുകൊണ്ടുള്ള എന്തുണ്ടാവും, വാക്കുകൾ തന്നിട്ടുണ്ടാവും, വെർബുകൾ തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന വാക്കുകൾ വണ്ടേഡ്, ഡിലൈറ്റഡ്, എക്സ്ക്ലൈംഡ്, ഹൊറിഫൈഡ്, അമേസ്ഡ്, ഷോക്ക്, സർപ്രൈസ്, ഇംപേഷ്യൻറ്റ്, ഇങ്ങനെയുള്ള വെർബുകൾ പ്ലസ് അറ്റ് ചേർക്കുക, നമുക്ക് ഉത്തരം കിട്ടുന്നു. അതായത് സർപ്രൈസ്, റിയാക്ഷൻ, റെസ്പോൺസ്, ആ ഫീലിങ്ങുകളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകളുണ്ട്. വണ്ടേഡ്, ഡിലൈറ്റഡ്, എക്സ്ക്ലൈംഡ്, ഹൊറിഫൈഡ്, അമേസ്ഡ്, ഷോക്ക്, സർപ്രൈസ്, ഇംപേഷ്യൻറ്റ്, ഇവയ്ക്കൊക്കെ ശേഷം നമ്മൾ ഈ കണ്ടീഷൻ ഓർമ്മിച്ചിരിക്കുക, പ്ലസ് അറ്റ് ചേർക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ അറ്റിൻ്റെ 10ാമത്തെ റൂളായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ മീൽ ടൈമിനെ സൂചിപ്പിക്കാൻ ഏതാണ്, മീൽ ടൈം, ഡിന്നറോ ലഞ്ചോ സപ്പറോ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയുള്ള മീൽ ടൈംസ് അറിയാമല്ലോ. ആ മീൽ ടൈംസ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് ചേർത്തിരിക്കുന്നു. എന്ത് ചേർക്കുന്നു, അറ്റ് ചേർക്കുന്നു. എക്സാമ്പിൾ നോക്കുക. ഇൻ ദ മോർണിംഗ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നോക്കൂ, ഇൻ ദ മോർണിംഗ് നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ അല്ലേ. ഇവിടെ മോർണിംഗ് എന്നുള്ള വാക്ക് എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, സെൻസ് ഓഫ് ടൈം ആണ്. അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുന്നു, ദാ വന്നിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഇൻ ചേർത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അറ്റിൻ്റെയാണ്. അപ്പോൾ ആ സെൻറ്റൻസ് നോക്കുക. ഇൻ ദ മോർണിംഗ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നോക്കൂ, അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് മീൽ ടൈം. അവിടെ എന്ത് വന്നു, അറ്റ് വന്നു അല്ലേ. ഷീ റിവീൽഡ് ദ സീക്രട്ട്. അപ്പോൾ ഇൻ ദ മോർണിംഗ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഷീ റിവീൽഡ് ദി സീക്രട്ട് എന്നുള്ള എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ, വാട്ട് വെയർ വി ടോക്കിംഗ് അബൌട്ട് അറ്റ് ലഞ്ച്. വാട്ട് വെയർ വി ടോക്കിംഗ് അബൌട്ട്, നമ്മൾ എന്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ, അറ്റ് ലഞ്ച്, ലഞ്ചിൻ്റെ സമയത്ത്. അപ്പോൾ ലഞ്ച് എന്ന് പറയുന്നത് ഒരു മീൽ ടൈമാണ്, മീലിനെ സൂചിപ്പിക്കുന്നു. സോ അവിടെ നമ്മൾ എന്ത് എഴുതി, അറ്റ് എഴുതി. അപ്പോൾ അടുത്ത കണ്ടീഷൻ ഓർമ്മിക്കുക, മീൽ ടൈമിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രപ്പോഷൻ എന്ന് പറയുന്നത് അറ്റായിരിക്കും. മീൽ ടൈമിൻ്റെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക, അറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ 12ാമത്തെ നിയമത്തിലേക്ക് പോകുമ്പോൾ, വിത്ത് സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. സ്കൂൾസ്, യൂണിവേഴ്സിറ്റീസ്, കോളേജസ് ഇവിടങ്ങളിലൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള സെൻസ് തരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം അല്ലേ. മൈ സിസ്റ്റർ ഈസ് സ്റ്റഡിയിങ് അറ്റ് സ്കൂൾ. മൈ സിസ്റ്റർ ഈസ് സ്റ്റഡിയിങ് അറ്റ് സ്കൂൾ. എൻ്റെ സഹോദരി, നിൻ്റെ സഹോദരി എവിടെ പഠിക്കുന്നു, എൻ്റെ സഹോദരി സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയണമെങ്കിൽ മൈ സിസ്റ്റർ ഈസ് സ്റ്റഡിയിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ മതിയോ, പോരാ. അറ്റ് സ്കൂൾ, സ്കൂളിൽ അല്ലെ, കോളേജിൽ അല്ലേ. എൻ്റെ സഹോദരി കോളേജിൽ പഠിക്കുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നു എന്ന് ഉത്തരം നമ്മൾ നൽകണമെങ്കിൽ അവിടെ അറ്റ് സ്കൂളെന്നോ അറ്റ് കോളേജെന്നോ എന്ത് ചെയ്യണം, വരണം. രാജീവ് ഈസ് അറ്റ് ദിശ LP സ്കൂൾ അല്ലേ. രാജീവ് ഈസ് അറ്റ് ദിശ LP സ്കൂൾ. രാജീവ് ഇപ്പോൾ എവിടെയാ, ദിശ LP സ്കൂളിലാണ്. അപ്പോൾ അവിടെ എന്താണ്, അറ്റ് വന്നിരിക്കുന്നു. ദേ ആർ അറ്റ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അവരിപ്പോൾ എവിടെയാ, അവർ ഇപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അല്ലേ. ഇത്തരത്തിൽ കോളേജുകളെ, സ്കൂളുകളെ, യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അറ്റായിരിക്കണം എന്ന് വ്യക്തമായിട്ട് ആ ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത് പോകുന്നു. ടു ടോക്ക് അബൌട്ട് ഇവൻറ്റ്. ഇതിനെ കുറിച്ച് പറയാനാ, ഇവൻറ്റുകളെ കുറിച്ച് പറയാൻ. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടെമ്പററി ആക്ടിവിറ്റീസ്, ആൾക്കാർ കൂട്ടം ചേർന്ന് പങ്കെടുക്കുന്ന
അല്ലേ, ഇവൻറ്റുകൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ, ഈവൻ ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള പ്രവൃത്തികൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പരാമർശിക്കേണ്ടതെങ്കിൽ ഇവൻറ്റുകളെയോ ഗ്രൂപ്പ് ആക്ടിവിറ്റികളെയോ ടെമ്പററി ആക്ടിവിറ്റികളെയോ കുറിച്ച് പരാമർശിക്കുന്നുവെങ്കിൽ അവിടെ നമ്മൾ എഴുതേണ്ടത് ഏതായിരിക്കണം? അറ്റ് ആയിരിക്കണം. ഏതായിരിക്കണം? അറ്റായിരിക്കണം. എക്സാമ്പിൾ നോക്കുക, മനസ്സിലാവും. വി വിൽ മീറ്റ് അറ്റ് ദ സെമിനാർ. ഇവിടെ സെമിനാർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് അല്ലേ, ഒരുപാട് പേര് ചേർന്നിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ അത് സെമിനാർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ആ സെമിനാറിന് മുമ്പിൽ എന്ത് ചെയ്യണം? അറ്റ് വരണം. ഇപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് മുമ്പിൽ അറ്റ് വരണം. ഐ മെറ്റ് ഹിം അറ്റ് ദ പാർട്ടി. ഐ മെറ്റ് ഹിം അറ്റ് ദ പാർട്ടി. പാർട്ടി എന്ന് പറയുമ്പോൾ ഒരാൾ പങ്കെടുക്കുന്നതല്ല, ഒന്നിലധികം പേര് പങ്കെടുക്കുന്നതാണ്. ഉറപ്പായിട്ടും അവിടെയും വരേണ്ടത് എന്താണ്? ഒരു ഇവന്റ് ആയതുകൊണ്ട് അറ്റ് എഴുതുന്നു. ഏതാണ്? അറ്റ് എഴുതുന്നു. പ്ലീസ് ഡോണ്ട് കോൾ ഹിം നൗ, ഹി ഈസ് അറ്റ് വർക്ക്. ടെമ്പററി ആക്ടിവിറ്റി അല്ലേ. പ്ലീസ് ഡോണ്ട് കോൾ ഹിം നൗ, അവനെ ഇപ്പോൾ വിളിക്കരുതേ, ദയവായിട്ട് വിളിക്കരുതേ, കാരണം ഹീസ് അറ്റ് വർക്ക്. ഹീസ് അറ്റ് വർക്ക്. അറ്റ് വർക്ക്, വർക്കിന്റെ മുമ്പിൽ എന്താ? അറ്റ് വന്നിരിക്കുന്നു. ടെമ്പററി ആണ് അല്ലേ, ടെമ്പററി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? അറ്റ് വർക്ക് എന്ന് പറയാം. അറ്റ് വർക്ക്. ഓക്കെ. സി യു അറ്റ് ദ മീറ്റിംഗ്. കാണാം, നമുക്ക് ഇവിടെ വെച്ച് കാണാം, മീറ്റിംഗിൽ വെച്ച് കാണാം അല്ലേ, മീറ്റിംഗിൽ അല്ലേ. അപ്പോൾ സി യു അറ്റ് ദ മീറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ഇവന്റുകളെ, ഗ്രൂപ്പ് ആക്ടിവിറ്റികളെ, ടെമ്പററി ആക്ടിവിറ്റികളെ ഒക്കെയാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടതെങ്കിൽ അവിടെ എന്ത് ചേർക്കണം? അറ്റ് ചേർന്ന് വന്നാൽ മാത്രമേ കൃത്യമായ ആൻസർ വരികയുള്ളൂ. ഈ അറ്റിൻ്റെ കണ്ടീഷൻ എല്ലാം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, ഓരോ സന്ദർഭങ്ങളിലും ഓരോ റൂളിലും നമുക്ക് കൃത്യമായിട്ട് അറ്റ് കൂടി വന്നെങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ വേർഡ് കൊണ്ട് ആ ബാക്കിയുള്ള സെൻറ്റൻസിലെ ബാക്കിയുള്ള വേർഡ്സിന് എന്താണ് ഒരു കണക്ഷൻ വരത്തുള്ളൂ. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ സെൻറ്റൻസിന് അർത്ഥം വരികയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ പറഞ്ഞ ഈ 13ാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റികളെ, ടെമ്പററി ആക്ടിവിറ്റികളെ, അതോടൊപ്പം തന്നെ ഇവന്റുകളെ ഒക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി എന്തുപയോഗിക്കുന്നു? അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ. ദെൻ നമ്മൾ 14ാമത്തെ നിയമത്തിലേക്ക് എത്തുന്നു. 14ാമത്തെ നിയമത്തിൽ പറയുന്നത് ടു ഡിനോട്ട് എ പർട്ടിക്കുലർ ഹൗസ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് റെസിഡൻസ്. ഇന്ന സ്ഥലത്ത്, ഇന്ന വീട്ടിൽ എന്നൊക്കെ എടുത്തു പറയുമ്പോൾ, പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുമ്പോൾ, സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അല്ലേ, ഒരു വീട്ടിലെന്നല്ല ഇന്ന വീട്ടിലെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ, ഇന്ന സ്ഥലത്തെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അത്തരം സന്ദർഭത്തിൽ നമുക്ക് എന്ത് എഴുതാം? അറ്റ് എഴുതാം. ഏതെഴുതാം? അറ്റ് എഴുതാം. നോക്കൂ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലീവ്സ് അറ്റ് രാഷ്ട്രപതി ഭവൻ അല്ലേ. ഇന്ന സ്ഥലത്തെന്ന് വന്നിരിക്കുന്നു. എവിടെയാ? രാഷ്ട്രപതി ഭവനിലാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നു രാഷ്ട്രപതി ഭവൻ എന്ന്. എന്താണ് ഇവിടെ? സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ലീവ്സ് അറ്റ് എന്ന് തന്നെ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ഏതോ ഒരു വീടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ഹോട്ടലെന്ന് മാത്രമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ഇന്ന സ്ഥലത്തെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കവിടെ അത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. വൈൽ ഇൻ ഡൽഹി ഐ സ്റ്റേഡ് അറ്റ് ദി താജ്മഹൽ. വൈൽ ഇൻ ഡൽഹി ഐ സ്റ്റേഡ് അറ്റ് ദി താജ്മഹൽ. എവിടെ? താജ്മഹൽ എന്ന് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് എഴുതുന്നു? അറ്റ് എഴുതിയിരിക്കുന്നു. അപ്പോൾ പർട്ടിക്കുലർ ഹൗസ്, പ്ലേസ് ഓഫ് റെസിഡൻസ് എന്നിവയെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് എഴുതുന്നു? അറ്റ് എഴുതുന്നു. ദെൻ ദി ലാസ്റ്റ് കണ്ടീഷനായിട്ട് പറയുന്നത്, ഏറ്റവും അവസാനത്തെ കണ്ടീഷൻ വരുന്നത് കുറച്ച് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഫ്രേസസ്. അറ്റ് വരാവുന്ന, അറ്റ് ചേർന്ന് വരുന്ന, അറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ ഓർമ്മിക്കുക. അറ്റ് ഫസ്റ്റ്, അറ്റ് ലാസ്റ്റ്, അറ്റ് ലീസ്റ്റ്, അറ്റ് എ ലോസ്, അറ്റ് ഓൾ കോസ്റ്റ്, അറ്റ് ഓൾ, അറ്റ് വൺസ്, നോട്ട് അറ്റ് ഓൾ, at any rate, at the end, at sea, at loose end, at this stage, at the last minute തുടങ്ങിയവയ്ക്കൊപ്പം, ഈ പറഞ്ഞ വാക്കുകളിനൊപ്പം എന്താണ് എപ്പോഴും നമുക്ക് എന്താ? അറ്റ് ചേർത്ത് ഉപയോഗിക്കാം അല്ലേ. ഏതൊക്കെയാ? അറ്റ് ഫസ്റ്റ്, അറ്റ് ലാസ്റ്റ്, അറ്റ് ലീസ്റ്റ്, അറ്റ് എ ലോസ്, അറ്റ് ഓൾ കോസ്റ്റ്, അറ്റ് ഓൾ, അറ്റ് വൺസ്, നോട്ട് അറ്റ് ഓൾ, at any rate, at the end, at sea, at loose ends, at this stage, at the last minute തുടങ്ങിയവയ്ക്കൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ് ചേർത്ത് പ്രയോഗിക്കുന്നു. ഇത്രയാണ് നമ്മൾ അറ്റിനെ കുറിച്ച് അല്ലേ, ഫസ്റ്റ് പ്രപ്പോഷനായിട്ടുള്ള അറ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 15 കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും സമയമായിട്ട് പഠിച്ചത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ, പ്രപ്പോഷൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അറ്റെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രപ്പോഷനെ കുറിച്ചായിരുന്നു. ഏവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.